രാവിലെ എന്ത് കാപ്പിക്കുണ്ടാക്കും എന്ന ചിന്തയിലാണ് ഓരോ രാത്രിയിലും ഞാൻ കിടന്നുറങ്ങുന്നത്. ദോശയോ വെള്ളയപ്പോ ഒക്കെ അരച്ച് വെക്കുകയാണെങ്കിൽ ആ ടെൻഷൻ ഇല്ലാതെ ഉറങ്ങാം കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും എന്തായിരിക്കും, എന്താണ് നാളെ എന്നാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇതാ ഏത്തയ്ക്ക പുഴുങ്ങാനിട്ടിട്ടുണ്ട്. ഏത്തയ്ക്കായും മുട്ടയും മക്കൾക്ക് വലിയ താല്പര്യമില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. ഞാൻ പറയും, എടാ പ്രോട്ടീനാണ്, അടിപൊളിയാണ്, നിങ്ങൾക്ക് മസിലൊക്കെ വെക്കണമെങ്കിൽ ഇതൊക്കെ ഒരു ദിവസം കഴിക്കണമെന്ന്. മക്കളെ പറ്റിക്കാൻ നമുക്ക് എളുപ്പമാണല്ലോ. അപ്പോൾ മൂത്തയാൾ വണ്ടർലയിലേക്ക് ടൂർ പോയിട്ടൊക്കെ വന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവൻ ഇങ്ങനെ നനഞ്ഞ ഡ്രസ്സൊക്കെ ഇങ്ങനെ കൂടിലാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാനിതാ വാഷിങ്ങിനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം നല്ല മഴയുണ്ടായിരുന്നേ, അതുകൊണ്ട് തുണിയൊന്നും കാര്യമായിട്ട് ഉണങ്ങിയില്ല കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ നല്ല വെയിൽ കണ്ടു. ഞാൻ പെട്ടെന്ന് ഇതാ അയന്ന് തുണിയെടുത്ത് ആ കമ്പിക്കൂടെയൊക്കെ ഇട്ടു കേട്ടോ. കാരണം ഇവിടെ രാവിലെ ഒരു 7 മണി തൊട്ട് ഒരു 10-11 മണി വരെയൊക്കെ വെയിൽ കാണത്തുള്ളൂ. അത് കഴിഞ്ഞ് താഴത്തേക്ക് വെയിൽ പോകും, അതായത് മുറ്റത്തേക്കായിരിക്കും കേട്ടോ വെയിൽ. പിന്നെ എൻ്റെ രാവിലത്തെ പരിപാടിയാണ് ആ ചെരുപ്പടുക്കി വെക്കൽ. ഒരു സ്റ്റാൻഡ് വാങ്ങിച്ച് വെച്ചുകൂടെ എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ മറിയൂസ് ഉള്ളത് കൊണ്ട് ആ സ്റ്റാൻഡ് പിന്നെയും ഞാൻ പെറക്കിക്കൊണ്ട് നടക്കേണ്ടി വരും കേട്ടോ. ഇവള് എല്ലാം വലിച്ച് താഴെ ഇടും. അതാണ് പിന്നെ അതിലും മുതിരാത്തത്. കാരണം അവളുടെ കണ്ണെത്താത്തടുത്ത് വെക്കാനായിട്ട് നമുക്കിവിടെ സ്ഥലമില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞത് ആ മീൻകറിക്ക് വെക്കാനുള്ള ആ കാര്യങ്ങളൊക്കെ നോക്കുവാണ് കേട്ടോ. അതൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് പുറം ഭാഗം കൂടെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു. അവിടെയൊക്കെ എന്നും ഞാൻ തുടയ്ക്കുന്നതാണ്. പിന്നെ നമ്മുടെ അകവും ഒന്ന് തൂത്ത് വൃത്തിയാക്കി തുടച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ചിലന്തി വല ജനലിൽ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ തൂക്കുന്നതാണ്. പിന്നെ കുറച്ച് മാറാലയൊക്കെ കാണുമ്പോൾ ആ ചൂല് വെച്ച് ഇങ്ങനെ എടുത്തുവിടും കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ഒരുപാട് അങ്ങനെ മാറാല തട്ടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കാണുന്നതേ എടുത്ത് വിടുമ്പോൾ അതങ്ങനെ പൊയ്ക്കോളുമല്ലോ. ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ മാറാല പിടിക്കും കേട്ടോ. അങ്ങനെ അവിടവും തൂത്തുവാരി വൃത്തിയാക്കി തുടച്ചൊക്കെ എടുത്തു. മക്കളുള്ളത് കൊണ്ട് തന്നെ ഇത് എത്ര നേരം കിടക്കുമെന്നൊന്നും അറിയില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. മക്കൾക്കും കൊടുത്തിട്ട് ഇതാ അവരെ കുളിച്ച് റെഡിയാക്കിയൊക്കെ നിർത്തിയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറന്നു പോയല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടാറ്റ ബൈ, സീ യു.